മുറുക്ക് വൈബിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ ഉരുവച്ചാൽ എന്ന സ്ഥലത്താണ് കേരളത്തിലെ അത്യപൂർവമായ ഗുഹാക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ തീർത്ഥാട്ടു പൊന്മല ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ തീർത്ഥാട്ടുമലയ്ക്ക് സമുദ്രനിരപ്പിൽ നിന്നും 500 അടിയോളം ഉയരമുണ്ട്. മലയുടെ ചെരുവിലുള്ള ഗുഹയുടെ അറയ്ക്കുള്ളിൽ മണ്ണുകൊണ്ടുള്ള സ്വയംഭൂവായ ഗണപതി രൂപത്തിന് മുന്നിലാണ് അമാവാസി ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഗണപതി ഹോമം, പുഷ്പാഞ്ജലി എന്നീ ചടങ്ങുകൾ നടക്കുന്നത്. റിട്ടയർഡ് അധ്യാപകനും കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതി കൺവീനറുമായ ശ്രീ എ പ്രഭാകരൻ മാസ്റ്റർ തീർത്ഥാട്ടു പൊന്മല ഗുഹാക്ഷേത്രത്തെക്കുറിച്ച് നമ്മോട് വിവരിക്കുകയാണ്. ഖരവർഷവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ഐതിഹ്യത്തിൻ്റെ തുടക്കം. ഈ ഐതിഹ്യം കുറ്റ്യാട്ടൂർ ശിവക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയോളം ബന്ധപ്പെട്ട് കിടക്കുന്നു. മുമ്പ് കാലത്ത് തന്നെ ഇവിടെ ആൾപ്പാർപ്പുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഇതിൻ്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചെങ്കല്ലിൽ കൊത്തിയുണ്ടാക്കിയ അർദ്ധവൃത്താകൃതിയായ 2 ഗുഹകളും ഒരു ചതുരാകൃതിയായ ഗുഹയുമുണ്ട്. ഇവിടെ ഈ ഗുഹയിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളം തീർത്ഥജലമാണെന്നാണ് ജനങ്ങളുടെ വിശ്വാസം. ഈ ഐതിഹ്യം കാവേരി അമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ മുമ്പ് കാലത്ത് ഇവിടെയുള്ള ജനങ്ങൾ കാവേരി ദേവിയെ ദർശിക്കാൻ പോയപ്പോൾ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടെങ്കിൽ വരേണ്ടതെന്നും എൻ്റെ മനസ്സും വിശ്വാസവും എല്ലാം അവിടെയാണെന്നും അവിടെയുള്ള തീർത്ഥം ഞാൻ തരുന്ന തീർത്ഥമായി സങ്കല്പിച്ച് ചെയ്താൽ മതിയെന്നും ദേവി പറഞ്ഞായിട്ടാണ് ഇതിൻ്റെ ഐതിഹ്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മലയെക്കുറിച്ച് കൂടുതൽ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. മാത്രമല്ല, ജൈവ വൈവിധ്യ സമ്പത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു കുന്നും പ്രദേശമാണ് ഈ സ്ഥലം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതും നമുക്ക് പഠന വിധേയമാക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമം കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് ചെയ്തു വരുന്നുണ്ട്. ദ്വാപരയുഗത്തിലാണ് ഖരമഹർഷിയുടെ കാലഘട്ടം. ഐതിഹ്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഖരമഹർഷിയുടെ സഹോദരനെ ഉന്മാദം പിടിപെട്ടുവെന്നും അതിന് പരിഹാരമായി നാരദ മഹർഷി സരയൂ നദിയുടെ തീരത്തു കൂടി പുറപ്പെടുന്ന ഒരു ഗുഹയിൽ കൂടി ചെന്നാൽ ഒരു കുന്നിൻ പ്രദേശത്തെത്തുമെന്നും അവിടുന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ കാണുന്ന കുന്നിൻ പ്രദേശത്ത് ശിവപ്രതിഷ്ഠ നടത്തി പൂജിച്ചാൽ മാറുമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുനിയും പരിവാരങ്ങളും ഇവിടെ എത്തിച്ചേരുന്നത്. അതിനു പുറമെ ശിവൻ്റെ ഒരു മകള് കൂടി വരുന്നുണ്ടെന്നും അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഇത്ര ചൈതന്യമുണ്ടായതുമെന്നുമാണ് വിശ്വാസം. ഈ ഒരു ഉത്സവത്തിന് മാത്രമേ, അമാവാസി ഉത്സവത്തിന് മാത്രമേ ആളുകൾ എത്തിച്ചേരാറുള്ളൂ. അപ്പോൾ അന്നാണ് കാട് മൂടി കിടക്കുന്ന ഈ പ്രദേശമൊക്കെ വൃത്തിയാക്കി ആളുകൾക്ക് പ്രവേശിക്കാൻ തക്ക പാകത്തിൽ അവിടെ നല്ല രീതിയിൽ ശുചീകരിച്ച് ഉള്ളിലേക്ക് കടക്കാൻ പാകത്തിന് നാട്ടുകാർ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്.
ഈ ഗുഹയുൾപ്പെടുന്ന ഭാഗങ്ങൾ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ്. ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഒട്ടേറെ ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നേരത്തെ പ്രഭാകരൻ മാസ്റ്റർ സൂചിപ്പിച്ചു കഴിഞ്ഞു. കൂടാതെ ഇതിനു പുറമെ തന്നെ 3 ചെറുഗുഹകളും ഉണ്ട്. ഗുഹക്കുള്ളിൽ നമുക്ക് കാണാൻ കഴിയും, പല ഭാഗങ്ങളായിട്ട് ഗുഹ പല അറകളിലായിട്ട് തിരിഞ്ഞു പോവുകയാണ്. അതിൽ പ്രധാന അറകളിലേക്കാണ് അറകൾക്കുള്ളിലാണ് ഗണപതി രൂപമുള്ളത്. ആ ഗണപതി രൂപത്തിന് മുന്നിലാണ് പൂജാരി പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗുഹയ്ക്കുള്ളിലെത്തിയാൽ നേരെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വലിയൊരു കിണറിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇറങ്ങിയ ഒരു പ്രകൃതിയാണ്. നമ്മൾ ഏതോ ഒരു കിണറിലോട്ടാണ് ഇറങ്ങിച്ചെന്നതെന്നാണ് തോന്നുന്നത്. ആളുകളിങ്ങനെ വരിയായി, എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഇടുങ്ങിയ, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇടുങ്ങിയതും തീരെ വിസ്തൃതിയില്ലാത്തുള്ള ഗുഹയാണ്. അപ്പോൾ 1-2 പേർക്ക് മാത്രമേ നേരിട്ട് അവിടെ എത്തിയിട്ട് പ്രസാദം വായിക്കും. അങ്ങനെ കമ്മിറ്റിക്കാർ ആത്മസംയമനം പാലിച്ചുകൊണ്ട് ആൾക്കാരെ 1, 2, 3 പേരായി കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ തിരിച്ച് ഗുഹയ്ക്ക് പുറത്തേക്ക് പോകുന്നു. അവിടുന്ന് പ്രസാദം കഴിച്ച് തിരിച്ചു പോവുകയാണ് പൊതുവെ ചെയ്തു വരുന്നത്. പ്രദേശത്തുള്ള പല സ്കൂളുകളിൽ നിന്നായി വിദ്യാർത്ഥികൾ പഠനവിധേയമായിക്കൊണ്ട് തന്നെ ഈ ഗുഹയെ അറിയുന്നതിന് വേണ്ടി, ഇവിടുത്തെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ഗുഹാക്ഷേത്രത്തിൽ എത്താറുണ്ട്. തീർത്ഥാട്ട് പൊന്മല ഗുഹാക്ഷേത്രത്തിലെ അമാവാസി ഉത്സവത്തിൻ്റെ ചടങ്ങുകളുടെ ഭാഗമായി സമീപമുള്ള കുറ്റ്യാട്ടൂർ മുതുവാപ്പുറത്ത് മുത്തപ്പൻ പൊടിക്കള സന്നിധിയിൽ നിന്നും ഭക്തി നിർഭരമായ നാട്ടുകാരുടെ കാഴ്ചവരവാണ് ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങ്. ആ ചടങ്ങിൽ ഒട്ടേറെ പ്രദേശവാസികളാണ് അണിനിരക്കുന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി